ഗൈസ്, ഐ ആം ബാക്ക്. അപ്പം പുതിയ സൈനിങ്ങുകളുമായി ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം എന്നെനിക്കറിയില്ല. ഒരു സൈനിങ് നടത്തിയിട്ടുണ്ട്. അതിനൊപ്പം ഒരു 10-15 വീഡിയോ അത് മാത്രമായി അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിലെമ്പാടും ബ്ലാസ്റ്റേഴ്സ്. ഏതായാലും ഒരു സൈനിങ്ങിന് 15 വീഡിയോ എന്നാണ് കണക്ക് എന്ന് തോന്നുന്നു. ഇപ്പോൾ കുറേയധികം വീഡിയോസ് ഒരു താരത്തിനെ പറ്റി, സൈനിങ്ങിനെ പറ്റി ഇട്ടിട്ടുണ്ട്. അത് വലിച്ചു നീട്ടി കൊണ്ടുപോവുകയാണ് അവർ. ഏതായാലും നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാൻ മനസ്സിലായി കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുക. ഇതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സീസണിലേക്കുള്ള പുതിയ പ്ലെയർ സൈനിങ് ആണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ താരമാണ്, റൈറ്റ് ബാക്കാണ് താരം. മുൻപ് കളിച്ചിരുന്നത് ഒഡീഷ എഫ്സിയിലാണ്. അത് അധികം അറിയായിരിക്കും. ഏതായാലും ഒന്നര ഹൈറ്റ് മീറ്ററുള്ള താരമാണ്. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 1.8 കോടി രൂപയാണ്. ഇന്ത്യൻ താരമാണ്. അതുപോലെ തന്നെ ഒരു ISL കപ്പും 2 ISL ഷീൽഡും അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ എന്നാണ് നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ നല്ലൊരു കരിയർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വാർത്ത കഴിഞ്ഞ സീസൺ കഴിയുമ്പോഴേ പുറത്തു വന്നിരുന്നു. അദ്ദേഹം ടീമിലേക്ക് വരുമെന്ന റൂമറുകൾ നേരത്തെ തന്നെ സജ്ജമായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് സ്ട്രൈക്കറെ ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ ഫിറ്റ്നസ് മെഡിക്കലിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു സ്പാനിഷ് സ്ട്രൈക്കറായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത് പുറത്ത്. ഇന്നലെയായിരുന്നു ഈ കാര്യം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമീർ റാണൌഡയുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അമീർ റാണൌഡയുടെ വീഡിയോ ഒരു 6-7 വീഡിയോ, കൃത്യമായി പറഞ്ഞാൽ 6-7 വീഡിയോ ഓളം അദ്ദേഹത്തിൻ്റെ മാത്രമായി സൈനിങ്ങിന് ശേഷം ഇട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുക. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു സൈനിങ്ങിന് ഇതിന് മാത്രം വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 2-3 വീഡിയോ ഫോട്ടോസ് ഒക്കെയാണ് വരാറ് ഒരു നോർമൽ ആയിട്ട്. ഇത്രത്തോളം എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ഏതായാലും അടുത്ത സൈനിങ്ങിന് എപ്പോൾ ആണെന്ന് പോലും അറിയില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം. പിന്നെ പല ടീമുകളും നോർത്ത് ഈസ്റ്റ്, മുംബൈ സിറ്റി അവരുടെ താരങ്ങളെല്ലാവരും റിലീസ് ചെയ്ത കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ലിസ്റ്റ് എടുക്കാൻ നിന്നാൽ ഒരു 10-5 മിനിറ്റ് വീഡിയോ നീളാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ടീമിലെ പ്രമുഖ താരങ്ങളെയും ടീമിൽ നിന്ന് പുറത്താക്കിയ കാര്യം താങ്ക് പോസ്റ്റിലൂടെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് മുൻ താരം പ്രബീർ ദാസിനെയും അങ്ങനെ അയച്ച കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായിട്ടുള്ള പെരേര ഡയാസിനെ ബംഗളൂരു വിട്ടതായി ബംഗളൂരു ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ന്യൂസുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ മത്സരം നടക്കുന്നുണ്ട്. ഇന്ത്യ തായ്ലൻഡ് മത്സരമാണ് നടക്കുന്നത്. അത് ലൈവ് ഓൺ ടെലികാസ്റ്റ് ഫാൻ കോഡ് എന്ന് പറയുന്ന ആപ്പിലൂടെ മാത്രമാണെന്നാണ് ഇന്ത്യ ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 6 മണിക്കാണ് മത്സരം നടക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം 6 മണിക്കാണ് വൈകിട്ട് നടക്കാൻ പോകുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.